നമസ്കാരം. സ്ത്രീത്വത്തെ അവഹേളിച്ച കേസിൽ വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ KUWJ മുൻ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവിനെ യൂണിയനിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. KUWJ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ ഇക്കാര്യത്തിൽ ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി അംഗങ്ങൾ ഏറ്റുമുട്ടി. സമാനമായ കേസിൽ FIR ചുമത്തപ്പെട്ട ഉടൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രാധാകൃഷ്ണനെ KUWJ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ കുറ്റപത്രം ചുമത്തപ്പെട്ടിട്ട് പോലും കിരൺ ബാബുവിനെ യൂണിയനിലെ ഇടത് ലോബി സംരക്ഷിക്കുന്നു എന്നാണ് ആക്ഷേപം. രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിനെതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂണിയൻ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. മുൻപ് സിനിമാ താരം സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വൺ ലേഖിക ഉയർത്തിയ ലൈംഗിക ആരോപണത്തിൽ വനിതാ കമ്മീഷനിൽ യൂണിയൻ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്ന കേസുകളിൽ KUWJ നേതൃത്വം ഇരട്ടത്താപ്പ് കാട്ടുന്നുവെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കിരൺ ബാബു സംസ്ഥാന കമ്മിറ്റി യോഗത്തിനിടെ വനിതാ സെക്രട്ടറിക്ക് നേരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ പേരിലാണ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് ഒതുക്കാൻ KUWJ നേതൃത്വം ഏറെ പണിപ്പെട്ടുവെങ്കിലും പരാതിക്കാരി നിയമ നടപടിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കുറ്റപത്രം വൈകിപ്പിക്കാൻ പോലീസിന് മേൽ ഏറെ സമ്മർദ്ദങ്ങളും ഉണ്ടായി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്ന C നാരായണൻ, പ്രശാന്ത്, മുസാഫിർ എന്നിവർ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ശരിവെച്ച് പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു. കിരൺ ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ യൂണിയനിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാണ് ഭൂരിഭാഗം വരുന്ന അംഗങ്ങളുടെയും ആവശ്യം. കിരൺ ബാബു KUWJ ഡൽഹി, തിരുവനന്തപുരം ഘടകങ്ങളിൽ സെക്രട്ടറിയായിരിക്കെ നടത്തിയ സർക്കാർ ഫണ്ട് വെട്ടിപ്പുകളും യൂണിയന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ രേഖകൾ സഹിതം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പക്ഷപാതം കാരണം ദേശാഭിമാനി കൈരളി അംഗങ്ങൾ മുൻ SFI നേതാവായ കിരൺ ബാബുവിനെ സംരക്ഷിക്കുന്നു എന്നാണ് ആക്ഷേപം.